എന്റെ ഭർത്താവിന്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല. നോറയ്ക്കെതിരെ ദിയ കൃഷ്ണ. നിങ്ങളെപ്പോൾ എല്ലാവരും ഈ വീഡിയോസും ഈ ഇഷ്യൂ എന്താണെന്നുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചൊരു ആളായിരുന്നു. പക്ഷേ എനിക്കതിൽ എന്താണ് കാര്യം നടന്നതെന്നുള്ളതും ഞാൻ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. അവിടെ എന്താണ് ആ കല്യാണത്തിന്റെ സ്ഥലത്ത് നടന്നതെന്നുള്ളതും അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് നോറേച്ചിന്റെ ബർത്ത്ഡേക്ക് സിജോ ചേട്ടൻ ചെയ്തതും എന്താണെന്നുള്ളതും നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ കണ്ട വീഡിയോയിലുള്ള കാഴ്ചയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സിജോ ചേട്ടനും ലിനു ചേച്ചിയും സ്റ്റേജിൽ നിൽക്കുന്നു. പുറത്ത് മീഡിയാസും കാര്യങ്ങളുണ്ട്, അതുപോലെ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് വ്ളോഗ് എടുക്കുന്നുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ. നോറേച്ചി രണ്ട് കയ്യിലും കേക്കായിട്ട് വരുന്നു. സിജോ ചേട്ടൻ്റെ മുഖത്തും ഷർട്ടിലും എല്ലായിടത്തും തേക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഫുഡ് വേസ്റ്റ് ആക്കി എന്നുള്ളത്. അതാരും ന്യായീകരിച്ചാലും തെറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഈ ചെയ്ത ആൾ വരെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫുഡ് വേസ്റ്റ് ആക്കിയത് ചെയ്ത് തെറ്റായി പോയല്ലോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റേജിൽ നിൽക്കുന്നവര് അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഈ സിജോ ചേട്ടന്റെ മുഖത്ത് ഈ നോറേച്ച് കേക്ക് തേക്കാനായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോറേച്ചിന്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ 2 മാസമായി തോന്നുന്നുണ്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ സിജോ ചേട്ടൻ ബർത്ത്ഡേ ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ, എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ മാരേജിന്റെ സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ നോറേച്ച് കേക്ക് തേക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ സംഭവം ചെയ്യുന്നത് തന്നെ. അപ്പൊ അതുപോലെ തന്നെ നോറേച്ചിന്റെ ബർത്ത്ഡേക്കും സിജോ ചേട്ടൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഈ കേക്കും കൊണ്ട് മുഖത്ത് തേച്ചു. ഈ കേക്ക് തേക്കുന്നത് തന്നെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് തന്നെ ഒന്നാമത് തെറ്റാന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല, അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോ ഫുഡ് തേച്ച് കഴിഞ്ഞു, അത് പോട്ടെ, നമ്മൾ ഞാൻ ചെയ്യില്ല, ഞാൻ തെറ്റ് നമുക്ക് മനസ്സിലായല്ലോ, ഇനി നമ്മളത് ചെയ്യില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമ്മളിനി അത് വീഡിയോയിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ കേക്ക് തേച്ച് ഈ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് തേക്കുന്നുണ്ട്. ആ കേക്ക് തേച്ച ആളുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ റിവെഞ്ചാന്ന് പറഞ്ഞിട്ട്. അവിടെ മുഖത്ത് ഫുള്ള് കേക്കൊക്കെ നോറേച്ചിന്റെ മുഖത്ത് കേക്കൊക്കെ തേച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ മുഖത്ത് ഫുൾ കേക്ക് തേച്ചിട്ട് ആളുടെ മേക്കപ്പ് ഒക്കെ പോയിട്ടാണ് ഫുൾ അന്നത്തെ വീഡിയോ. അന്നത്തെ ദിവസം ആകെ ഫുൾ ആഘോഷമായിരുന്നു കേട്ടോ. നല്ല സെറ്റായിരുന്നു. സ്വിമ്മിംഗ് പൂളിലൊക്കെ എടുത്ത് റിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കല്യാണത്തിന്റെ സമയത്തും ഉണ്ടായിരുന്നത്. ഇപ്പോൾ സിജോ ചേട്ടന്റെ മുഖത്ത് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നോറേച്ച് ഒരു ഇൻസ്റ്റയിൽ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നത് റിവെഞ്ചാന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് തേച്ചതാണ്. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഈ ഒരു കാര്യം ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഇത് ചിലവർക്ക് അറിയുന്നുണ്ടാവും ഇത് ഫുള്ളായിട്ട്, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഈ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനായിട്ട് കുറെ പേരുണ്ടാവുമല്ലോ, അതിലെന്താണ് നടന്നതെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതിൽ ദിയ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ആക്കലല്ല കേട്ടോ. അതിൽ രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു. അതിൽ ചേച്ചി പറയുന്നുണ്ട് തന്റെ ഭർത്താവാണെങ്കിൽ ആ മുഖത്ത് ആ കേക്ക് തയ്ച്ച ആളെ പിന്നെ ആ കേക്ക് കഴിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ്. അവിടെ അപമാനിക്കപ്പെട്ടു, ആ സ്റ്റേജിൽ നിന്ന് ആളെ അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു റീസണിലാണ് ആള് ഇത് ഇട്ടത്, ആ സ്റ്റോറി ഇട്ടത്. നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് എല്ലാ മീഡിയാസും ആയാലും അതെ, ആ സ്റ്റേജിൽ നിൽക്കുന്ന കല്യാണച്ചക്കനും ഇപ്പൊ സിജോ ചേട്ടനും ലിനു ചേച്ചി ആയാലും അതെ, എൻജോയ് ചെയ്ത് ഈ ഫുഡ് വേസ്റ്റ് ആക്കൽ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചൊരു വലിയൊരു ആഘോഷമാക്കി മാറ്റിയൊരു ദിനമായിരുന്നു അന്നത്തെ അവരുടെ കല്യാണ ദിവസം. അപ്പൊ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ വെടിമരുന്നിട്ട് കൊടുക്കില്ലേ, അതുപോലെയാണ് ഇപ്പോ ഫുഡ് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ദിയ ചേച്ചി ഇപ്പോ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ സാധനം ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കീടാണ് ഇങ്ങനെ കയറി വരില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കണം, ആ പ്രശ്നം ഇങ്ങനെ വലുതാക്കണം എന്നൊക്കെ ഉള്ളത്. അതുപോലെയാണ് എനിക്ക് സ്റ്റോറി കണ്ടപ്പോൾ മനസ്സിലായിട്ടോ ആ ചേച്ചിയുടെ. പിന്നെ ഭർത്താവിനോടുള്ള സ്നേഹം കൂടുതലുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടണമെങ്കിൽ അപ്പൊ നമുക്ക് ആളുടെ ഹിസ്റ്ററി കൂടെ നോക്കണ്ടേ. ഇത്രയും ഭർത്താവിനെ സ്നേഹിക്കണ ഈ ചേച്ചി ഒരു സായി ചാണ്ടിയും സ്നേഹ ചേച്ചിയുടെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കിസ് ചെയ്യണ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു ഫേക്ക് അക്കൗണ്ടുള്ള ഒരാൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുള്ളന് എത്തുന്നുമില്ലാന്ന്. അത്രയും ബോഡി ഷെയ്മിങ് കേട്ടോ. ഒരു ഹസ്ബൻഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, കുള്ളന് എത്തുന്നില്ല എന്ന് പറയുന്നിട്ട് ആ വീഡിയോയുടെ കമന്റിന്റെ അടിയിൽ ആള് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ 4 ചിരിക്കുന്ന സ്മൈലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ദിയ എന്ന് പറഞ്ഞ ചേച്ചി. ഈ ഭർത്താവിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുന്നുണ്ടോ? ഇപ്പൊ അവിടെ നിൽക്കുന്നതും ആ കിസ് ചെയ്യുന്നതും ഒരു ഭാര്യയാണ്. ഇപ്പൊ ആ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു കേക്ക് തേച്ച പേരിൽ ആ കേക്ക് കഴിക്കാനായിട്ട് പിറ്റേ ദിവസം ആളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പൊ ഇത്രയും അപമാനിക്കപ്പെട്ട ആ സ്നേഹം എന്ന് പറഞ്ഞ ചേച്ചിക്കും അത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇങ്ങനെയും കുള്ളിന് എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും ബോഡി ഷെയിം ചെയ്യുമ്പോൾ? അപ്പൊ അതൊന്നും ചിന്തിച്ചാൽ മതി കേട്ടോ. ആളുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഇത്ര എല്ലാവരും സന്തോഷിച്ച് നിൽക്കുമ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷം എറിഞ്ഞു കൊടുക്കണ്ടേ, അങ്ങനെ എറിഞ്ഞു കൊടുത്തതാണ് ഇപ്പൊ ഉണ്ടായത്. ഇപ്പൊ അതെല്ലാവരും അറിഞ്ഞ് ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോ കുറെ കമന്റ്സ് ഇപ്പൊ എനിക്കും വരാം, പൊങ്കാലിടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. എനിക്കറിയാം എന്താ എന്റെ ഫ്രണ്ട് സർക്കിൾ ആ നോറേച്ചിനാണെങ്കിലും സിജോ ചേട്ടനാണെങ്കിലും അത് സായി ചേട്ടനാണെങ്കിലും ഇവരൊക്കെ എല്ലാവരും എന്താ നേരത്തെ സായി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടിക്ക് വന്നത് തന്നെയാണ്
അപ്പൊ ഞാനും അല്ലേ ഇപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആരും അറിയില്ല. ഇപ്പോൾ ഇതിൽ നിൽക്കുന്ന സിജു ചേട്ടനായാലും അതെ, സായി ചേട്ടനായാലും അതെ, ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോയിൽ, സ്നോറേച്ചിനായാലും അതെ, ആരും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ആരും അറിയണമെന്നൊന്നും നിർബന്ധമില്ല. ആ ചേച്ചി അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ. അതിൽ ഇപ്പോൾ ചേച്ചിക്ക് നമ്മൾ അറിയുന്നുണ്ടാവില്ല, സമ്മതിച്ചു, അറിയണ്ട, അറിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ വീഡിയോയിൽ ഒരാളാ ചേച്ചിക്ക് അറിയാം, നമ്മുടെ സ്വന്തം സായി ചേട്ടനെ നന്നായിട്ട് അറിയായിരിക്കും. ഞാൻ കണ്ട വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ സായി ചേട്ടന് ആരെന്ത് നെഗറ്റീവ് കമന്റ് ഇട്ടാലും അതിന്റെ അടിയിൽ പോയിട്ട് അവരെ പോസിറ്റീവ് ആക്കണ കമന്റ്സ് ആ ചേച്ചി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വേറൊരു വീഡിയോയിലും ഒരു മൂവിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയുടെ അടിയിലും കമന്റ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ സായി ചേട്ടൻ എന്തായാലും ആ ചേച്ചിക്ക് അറിയാണ്ടിരിക്കില്ല കേട്ടോ. ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സായി ചേട്ടൻ നന്നായിട്ട് അറിയാം. എനിക്ക് ദിയ ചേച്ചിനെ അറിയുന്നത് അച്ഛനെയും സിസ്റ്ററിലൂടെയാണ് കേട്ടോ. അവര് ഇപ്പൊ ഒരു ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരാണല്ലോ. അങ്ങനെയാണ് എനിക്ക് ദിയ ചേച്ചിനെ അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ ആളൊരു ഇൻഫ്ലുവൻസർ ആണ്. ഇപ്പൊ ഇൻഫ്ലുവൻസർ ആയിരിക്കുന്ന ചേച്ചി മറ്റുള്ളവരൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തില് സുകുമാരി ചേച്ചിയുടെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഇത്രയും മുടിയൊക്കെ ആയിട്ട് സുകുമാരി ചേച്ചി വരുന്നില്ലേ ഒരു മൂവിയില്, എന്നിട്ട് പറയുന്നില്ലേ വാച്ച്മാനെ കാണുമ്പോ, സോറി കേട്ടോ, വാച്ച്മാനെ കാണുമ്പോൾ പറയും ആൾക്ക് ഓൾറെഡി വാച്ച്മാൻ അറിയാം, എന്നിട്ടും പറയുന്നില്ലേ ഇതേത് ഈ വാച്ച്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുടിങ്ങനെ ആക്കുന്നില്ലേ. ആ ഒരു മൂവിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു പൊങ്ങച്ച ലേഡി ആയിട്ടാണ് എനിക്ക് ഈ സ്റ്റോറി ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ ചേച്ചി ഇനിയും ഏഷ്യനെ കുത്തിങ്ങനെ ജീവിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ചേച്ചി.